Hello dear students, welcome back to our online classes. Motion in a plane എന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അനലറ്റിക്കൽ മെത്തേഡിൽ രണ്ട് വെക്ടറുകൾ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളത് വെച്ചൊരു പാരലോഗ്രാം ഉണ്ടാക്കാൻ ഇപ്പം എടുക്കലാണ്. ആ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ അങ്ങ് വരച്ചിട്ട് നിങ്ങൾ പറയും അതാണ് റിസൾട്ടൻ്റ്. അത് ജിയോമെട്രിക്കൽ മെത്തേഡാണ്, പക്ഷേ അതെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡാണ്. പക്ഷേ ആ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ആ ഫിഗർ ഉപയോഗിച്ച് നമ്മളൊരു റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് വെക്റ്റർ എ ആണെങ്കിൽ ഈ ലെങ്ത് വെറും എ ആണ്, ഇത് വെക്റ്റർ ബി ആണെങ്കിൽ ഈ ലെങ്ത് വെറും ബി ആണ്, ഇത് വെക്റ്റർ ആർ ആണ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആണെങ്കിൽ ഈ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് വെറും ആറാണ് അല്ലേ. അപ്പോൾ ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ ഞാൻ ഒരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചു. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഒരു ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എയും റിസൾട്ടൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് ആൽഫ എന്ന് വിളിച്ചോ. ഈ ആൽഫ കിട്ടിയ ഡയറക്ഷൻ കിട്ടി കേട്ടോ, റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കിട്ടി കേട്ടോ അല്ലേ. ഏതാ മക്കളെ ഡയറക്ഷൻ? ആൽഫ കാണാൻ ടാൻ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. ടാൻ ആൽഫ എന്ന് പറയുന്നത് മറ്റേയാളുടെ സൈൻ തീറ്റ, അതാരാ ബി സൈൻ തീറ്റ, പ്ലസ് നമ്മളാള് പ്ലസ് മറ്റേയാളുടെ കോസ് തീറ്റ. ഇത് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. ടാൻ ബീറ്റ ആ ഒരു ഫോർമാറ്റിൽ എങ്ങനെ പറയും? ബീറ്റ എന്ന് പറയുന്നത് ബിയും റിസൾട്ടൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ മുകളിൽ വരിക എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ ആംഗിൾ ഉണ്ടാക്കുന്ന ആരോടാ? ബിയുമായിട്ടാണ്. ബി പ്ലസ് എ കോസ് തീറ്റ എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതുവഴി നമുക്ക് കിട്ടിയത് അനലറ്റിക്കൽ മെത്തേഡ് പ്രകാരം, അനലറ്റിക്കൽ മെത്തേഡ് എന്ന വെക്റ്റർ അഡിഷൻ മെത്തേഡ് പ്രകാരം നമുക്കിപ്പോൾ അറിയാം, രണ്ട് വെക്റ്ററുകൾ തന്നാൽ അവരുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനും ഡയറക്ഷൻ കാണാനും. ഡയറക്ഷൻ കാണുക എന്ന് പറഞ്ഞാൽ ആംഗിൾ കണ്ടെത്തിയാൽ മതി അല്ലേ. ഒന്നുകിൽ ആൽഫ കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ ബീറ്റ കണ്ടെത്തിയാൽ മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ എന്താ പറയുക ഷാർപ്പായിട്ടൊരു പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ആരും വിളിച്ചൊന്നും കേട്ടില്ല. അതായത് ഞാൻ ടാൻ തീറ്റ ഈക്വൽ ടു സംതിങ് കിട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ടാൻ ആൽഫ 1 കിട്ടിയാൽ ആൽഫ 90 അല്ലേ. അത് പൊട്ടത്തരാ പറഞ്ഞത്. ടാൻ ആൽഫ 45 ആകുമ്പോൾ ഞാൻ വെറുതെ ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയതാ. മനസ്സിലായോ? എഡിറ്റ് ചെയ്തൊക്കെ ശരിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാനൊന്ന് കേട്ട് നോക്കിയതാണ്. അപ്പോൾ ഉണ്ട് ഭയങ്കര ഉഷാറായി പൊട്ടത്തരം പറയുന്നു. അത് പൊട്ടത്തരം മീൻസ് ഒരു എന്താ പറയുക, ആ പൊട്ടത്തരം തന്നെ അല്ലേ. ടാൻ ആൽഫ ഈക്വൽ ടു 1 കിട്ടിയെന്ന് പറഞ്ഞാൽ ആൽഫ 45 ആണ് കേട്ടോ. ടാൻ 45 ആണ് 1. ഓക്കെ, ട്രിഗ്നോമെട്രി കൃത്യമായിട്ട് അറിയുന്ന മക്കളൊക്കെ ആ വീഡിയോ കണ്ടിട്ട് പുച്ഛിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ, എനിക്കറിയാത്തതുകൊണ്ടല്ല, മാറിപ്പോയതാണ്. ടാൻ ആൽഫ ഈക്വൽ ടു 1 എന്ന് കിട്ടിയ ആൽഫ 45 ആണ്. കാരണം സൈൻ 45 1/√2, കോസ് 45 1/√2, അപ്പോൾ 1/√2 ബൈ 1/√2 1 കിട്ടും. അപ്പോൾ അത് ഞാൻ അവിടെ മിസ്റ്റേക്കാണ് പറഞ്ഞത്. അതുകൊട്ടെ, അപ്പോൾ ഏതായിരുന്നാലും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താനും ഡയറക്ഷൻ കണ്ടെത്താനും പഠിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പറഞ്ഞു ലോ ഓഫ് കൊസൈൻ. എന്താ വിളിക്കുന്ന പേര്? ലോ ഓഫ് കൊസൈൻ. ഇനി വേറൊരാളുണ്ട്, അതാണ് ലോ ഓഫ് സൈൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലാമീസ് തിയറം. ലാമീസ് തിയറം. അപ്പോൾ നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനലറ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. അനലറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗറാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഞാനിവിടെ ഈ ഫിഗർ ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാണ്, എനിക്ക് ലോ ഓഫ് സൈന് തെളിയിക്കാൻ വേണ്ടി. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മറ്റൊന്നും തെളിയിച്ചത് അല്ലേ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പേരൊക്കെ കൊടുത്തു, MNPO. ഇതാ ഈ പോയിന്റിനാണ് നമ്മൾ O എന്ന് കൊടുക്കുന്നത് വിചാരിച്ചോ. ഇതാണ് റിസൾട്ടൻ്റ് കേട്ടോ. ഈ പോയിന്റ് O, ഇത് ഒറിജിൻ O കേട്ടോ. രണ്ടും O ആണെന്ന് വിചാരിക്കേണ്ട, ഇത് വേറെ എന്തെങ്കിലും വിളിച്ചോ ഈ പോയിന്റ്. ഏതായാലും ഇപ്പോൾ ഇതിന് O എന്ന് വിളിച്ചോ. ഇനി മക്കൾ ഭയങ്കര കൺഫ്യൂസിങ് ആയൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ബോർഡ് എക്സാമിന് അത്രയധികം ഇമ്പോർട്ടൻ്റ് അല്ല ലോ ഓഫ് സൈന്. ഞാൻ പറയണത് ശരിക്കും കേൾക്കുമല്ലോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ലോ ഓഫ് സൈന്.
ബോർഡ് എക്സാമിൽ എപ്പോഴും പ്രൂവ് ചെയ്യാൻ ചോദിക്കുക ഇതാണ്, ലോ ഓഫ് കൊസൈൻ ആണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുക. പക്ഷെ NCERT ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതും എഴുതി നോക്കേണ്ടതും ഒക്കെ ഏതാണ്, റിസൾട്ടന്റിന്റെ ഈ ഇക്വേഷനാണ്. പക്ഷെ ഇത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വന്നാൽ നിങ്ങൾ പറയും അയാളെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറയാൻ അതിന് നിവൃത്തിയില്ല, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയോ ഇവിടെ ഇത് മൊത്തത്തിലുള്ള ആംഗിൾ തീറ്റയാണല്ലോ അല്ലെ. എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, തീറ്റ. രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതും തീറ്റയാണ്. ഓക്കെ, ഇത് തീറ്റയാണെങ്കിൽ MN എന്താണ്, MN ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറെ എന്തൊക്കെ നൊട്ടേഷൻസ് ആയി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ റിസൾട്ടന്റ് ഉണ്ടാക്കിയത് ഇതുപോലൊരു ഫിഗറിന്നാണ്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഞാൻ കൊടുത്ത നൊട്ടേഷൻ തന്നെ കൊടുക്കണമെന്നില്ല, ഐഡിയ ആണ് കത്തേണ്ടത്. ഇവിടെ പേരെന്തും കൊടുക്കാം, കാക്ക, ക്ലൂ എന്നൊക്കെ കൊടുക്കാം. പക്ഷേ നമുക്ക് ഐഡിയ കത്തണം, എന്താണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്താ ചെയ്തിരുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഈ കുഞ്ഞു ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും പരിഗണിച്ചു. കുഞ്ഞു ട്രയാങ്കിളിൽ നിന്ന് ഈ സൈഡും കണ്ടുവച്ചിട്ട് വലിയ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് അതങ്ങ് ചാർത്തി കൊടുത്തു, എന്നിട്ട് ചവിട്ടി അങ്ങ് കൂട്ടി. അതാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്ന അതല്ല, വേറൊരു ലോജിക്കാണ്. ലോജിക്ക് കഴിഞ്ഞിട്ട് പറയാം. MN എന്താണെന്നറിയോ, ഇത് തീറ്റയാണെങ്കിൽ ഈ MN-നെ നമുക്ക് പറയാം അത് B സൈൻ തീറ്റയാണെന്ന്. അതെങ്ങനെയാ സാറേ ആണ് മനസ്സിലായ മക്കളുണ്ടാവും. ഇത് B ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇതും B ആണ്. മനസ്സിലായോ? ഇത് B ആണെങ്കിൽ ഇതും B ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിലല്ല നിൽക്കണത്. മാത്രമല്ല ലെങ്ത് ഒന്നായിരിക്കും. 2 sides ഓഫ് എ പാരലോഗ്രാം. പാരലായി നിൽക്കുന്ന രണ്ട് സൈഡുകളാണിത്. അപ്പോൾ ഇത് B ആണ്, ഇതും B ആയിരിക്കും. അപ്പോൾ ഇതിന്റെ നീളം വെക്റ്റർ ബിന്റെ മാഗ്നിറ്റ്യൂഡായ വെറും B. അപ്പോൾ ഇതിന്റെ നീളം വെക്റ്റർ ബിന്റെ മാഗ്നിറ്റ്യൂഡായ വെറും B. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ വെക്റ്റർ ബിനെ വലിച്ചങ്ങ് കീറുക. ഈ വെക്റ്റർ ബിനെ വലിച്ചങ്ങ് കീറിയാൽ ഈ ഡയറക്ഷനിൽ ആരാ ഉണ്ടാവുക, കോസ് കമ്പോണന്റ്. ഈ ഡയറക്ഷനിൽ ആരാ ഉണ്ടാവുക, സൈൻ കമ്പോണന്റ്. എടാ ഈ ഡയറക്ഷൻ തന്നെ അല്ലേ? അലമ്പായി. നമുക്ക് അത് വിശദീകരിക്കാം. ഒരു ട്രയാങ്കിൾ ഞാൻ കാണിക്കുക. നിങ്ങൾ നോക്ക്, ഇതൊരു ട്രയാങ്കിളാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ആംഗിളാണ് തീറ്റ വിചാരിച്ചോ, ഈ ആംഗിളാണ് തീറ്റ. എങ്കിൽ ഇപ്പൊ ഇത് വെക്റ്റർ B ആണെങ്കിലേ, ഇങ്ങനെ നിൽക്കുന്ന ആൾ വെക്റ്റർ B ആണെങ്കിൽ ഇത് B കോസ് തീറ്റ ആയിരിക്കും. ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആളാണെന്ത്, B സൈൻ തീറ്റ. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ B സൈൻ തീറ്റ ഇവിടെ പറയുന്നതിന് പകരം ഈ സൈഡാണ് B സൈൻ തീറ്റ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? എന്ത് തെറ്റ്? കാരണം ഇതാ ഇത് തന്നെയല്ലേ ഈ സൈഡ്. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രയാങ്കിളിൽ നമ്മൾ കൺസെപ്റ്റ് വിശദീകരിക്കുമ്പോൾ ആ ട്രയാങ്കിളിന്റെ ആംഗിൾ നോക്കുക. ആ ആംഗിളിന്റെ ചേർന്ന് നിൽക്കുന്നത് കോസ് കമ്പോണന്റും മറ്റേ സൈഡ് സൈൻ കമ്പോണന്റും ആയിരിക്കും. ഇതിപ്പോ എങ്ങനെ കിട്ടിയൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കണ്ട കേട്ടോ. സൈൻ തീറ്റ കണ്ട എന്താ കിട്ടുക? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ് എന്ന് പറഞ്ഞാൽ B. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ത് കിട്ടും? B സൈൻ തീറ്റ. അതാണ് ഈ പറഞ്ഞേ. മനസ്സിലായോ? പക്ഷെ അത് അങ്ങനല്ലാതെ നമ്മൾ റെക്ടാങ്കുലാർ കമ്പോണൈസേഷൻ വെച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താ റെക്ടാങ്കുലാർ കമ്പോണൈസേഷൻ? ഇതാ വെക്റ്റർ A വലിച്ചങ്ങ് കീറുക രണ്ടായിട്ട്. തീറ്റയോട് ചേർന്ന് നിൽക്കുന്നത് കോസ് കമ്പോണന്റ്. ഇത് A ആണെങ്കിൽ ഇത് A കോസ് തീറ്റ, ഇത് A സൈൻ തീറ്റ. മനസ്സിലായോ? അവിടെ ഇത് ഇവിടെ പറയുന്നതിന് പകരം ഇവിടെ പറയാന്ന്. മനസ്സിലായോ? ഇതാണ് A സൈൻ തീറ്റ എന്ന് പറയുന്നത് തെറ്റില്ല. ശരിക്കും ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇതിന് ഈക്വൽ ആണ്. ഇത് രണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവിടെ പറയണ്ട. ഒരു ട്രയാങ്കിളിൽ തീറ്റനോട് ചാരി നിൽക്കുന്നത് കോസ് കമ്പോണന്റും അപ്പുറത്തെ സൈഡ് സൈൻ കമ്പോണന്റും ആയിരിക്കും. എപ്പോഴും അത് ആലോചിച്ച് വെക്കുക. അപ്പൊ നിങ്ങൾ നോക്ക്, ഇങ്ങോട്ട് വാ, ഈ ഒരു ഫിഗറിലേക്ക് വാ. OPN എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടോ? OPN ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഈ OPN എന്ന ട്രയാങ്കിളില് നമ്മൾ വേറൊരു കളിയും കൂടി ഉണ്ട്. നമുക്ക് റിസൾട്ടന്റും വെക്റ്റർ ബിയും തമ്മിലുള്ള ആംഗിൾ അല്ലേ ബീറ്റ? അതെ, റിസൾട്ടന്റും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ. അതെനിക്ക് വേണമെങ്കിൽ ഇവിടെയും അടയാളപ്പെടുത്താം. ഇത് ബീറ്റയാണ്. അതെങ്ങനെയാ സാർ? എന്താ മനസ്സിലായവരില്ലേ? അല്ലാത്തവർ നോക്ക്, രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇതാ ഇതും അതിനെങ്ങനെ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടേക്ക് മാറ്റി വരച്ച് എങ്ങനെ കാണിക്കുക. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ആംഗിൾ ആണെന്ത്, നമ്മൾ ബീറ്റ എടുത്തത്. ഇത് ബീറ്റ ആണെങ്കിൽ ഇതും ബീറ്റ ആയിരിക്കും.
ആ ലോജിക്ക് ക്ലിയർ അല്ലേ? ഇത് ബീറ്റയാണെങ്കിൽ ഇതും ബീറ്റ ആയിരിക്കും. ഇതെവിടെയാണ് അതൊക്കെ പഠിച്ചിട്ടുള്ളത്? ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് മാത്സിലാണ് കേട്ടോ. ഏതായിരുന്നാലും ഈ ആംഗിള് ബീറ്റ ആണെങ്കിൽ ഈ ആംഗിള് ബീറ്റ ആയിരിക്കും. ഇത് അവിടെ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇത് ബീറ്റ ആണെങ്കിൽ ഇതും ബീറ്റ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് കോണുകളാണിത് അല്ലേ? മൊത്തം ഇവിടെ എടുക്കുമ്പോൾ 180 മൈനസ് ഈ ആംഗിൾ ആയിരിക്കും. 180 മൈനസ് ഈ ആംഗിള് മാത്രമല്ല, ഇവിടെ ഒരു ട്രയാങ്കിളും ഫോം ചെയ്യുന്നുണ്ട്. ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിളും 180 ആ. മനസ്സിലായി? അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട് അതിനുള്ളിൽ. അതിലേക്ക് ഞാൻ അധികം ഇറങ്ങി പോണില്ല. എക്സാമിന് വേണ്ടി മാത്രം ഞാൻ പറയാം. അതായത് ഇത് ബീറ്റ ആണെങ്കിൽ ഇതും ബീറ്റ. അപ്പൊ നമുക്ക് തിരിഞ്ഞല്ലോ. എങ്കിൽ ബീറ്റയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ട്രയാങ്കിൾ ഞാൻ പറയാം. ആ ട്രയാങ്കിൾ ഏതാണെന്നറിയോ? ബീറ്റയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ട്രയാങ്കിള് OPN എന്നാണ് ആ ട്രയാങ്കിളിന്റെ പേര്. ഏതാണ്? OPN. ക്ലിയർ ആണോ? OPN എന്ന ട്രയാങ്കിളില് ഞാനൊരു കൺസെപ്റ്റ് കൊടുക്കാൻ പോവാണ്. OP ആരാണ്? OPN എന്ന ട്രയാങ്കിളിലെ OP ആരാണ്? ശ്രദ്ധിക്കണേ. OPN എന്ന ട്രയാങ്കിളിലെ ആംഗിൾ തീറ്റയാണ്. ബീറ്റ ആംഗിൾ ബീറ്റയാണ്. ആ ബീറ്റ വെക്റ്റർ ബിയോട് ചേർന്ന് നിൽക്കുന്ന ആളാ. എടാ ഇത് വെക്റ്റർ ബി ആണ്, ഇത് വെക്റ്റർ ബി അല്ലേ? അപ്പൊ ഈ വെക്റ്റർ ബിനെ ആംഗിൾ ബീറ്റയിൽ കമ്പോണൈസ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആള് കോസ് കമ്പോണന്റും അതിന്റെ ഓപ്പോസിറ്റ് ആയ ആള് സൈൻ കമ്പോണന്റും. അപ്പൊ ഞാൻ പറയട്ടെ, OP എന്ന് പറയുന്നത് ബി സൈൻ ബീറ്റയാണ്. കൊള്ളാല കളി. അതിനാണ് ഞാൻ ഈ സാധനം പറഞ്ഞു കേട്ടോ. നമുക്കൊരു ട്രയാങ്കിളില് ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്. ആ ബീറ്റനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഇത് വെക്റ്റർ ബി ആ. അപ്പൊ വെക്റ്റർ ബിനെ കമ്പോണൈസ് ചെയ്യുമ്പോൾ ആ ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന ON എന്ന ഭാഗം അതിന്റെ കോസ് കമ്പോണന്റും OP എന്ന ഭാഗം വെക്റ്ററിന്റെ സൈൻ കമ്പോണന്റ് ആയിരിക്കും. അപ്പൊ OP ആരാ? വെക്റ്റർ ബിയുടെ സൈൻ കമ്പോണന്റ്. ശരിക്കും ഇവിടെയാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞൊരു ട്രയാങ്കിളിലാവുമ്പോൾ ഇവിടെ പറഞ്ഞാൽ അതന്നെ ആയിരിക്കും ഇവിടെ വരിക. നോക്ക്. യെസ്, ദിസ് ഈസ് വെക്റ്റർ കമ്പോണന്റ്. OP ഈസ് വെക്റ്റർ കമ്പോണന്റ്, സൈൻ കമ്പോണന്റ് അല്ലേ? വെക്റ്റർ കമ്പോണന്റ് ആണ് OP. അതിലേതാ? സൈനാ കോസാ? കോസ് അല്ല. കോസ് അടുത്താ വരിക, സൈൻ കുറച്ച് വിട്ടാ വരിക. ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് സൈൻ വരിക. അപ്പോൾ OP എന്ന് പറയുന്നത് ബി സൈൻ ബീറ്റയാണ്. ഇനി വീണ്ടും MN എന്ന് പറയുന്നത് ബി സൈൻ തീറ്റയാണ് എന്ന് നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെച്ചു. MN എന്ന് പറയുന്നത് ബി സൈൻ തീറ്റയാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്. എന്താ അങ്ങനെ വരാൻ കാരണം? ഈ MN ഇതാണ് നമ്മളുടെ ബിയെ കമ്പോണൈസ് ചെയ്യുമ്പോൾ ഈ ഭാഗം കോസും ഇവിടെ സൈനും ആയിരിക്കും. ഇവിടെ സൈൻ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഇത്. അപ്പൊ ട്രയാങ്കിളിൽ കമ്പോണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഭാഗം PM എന്തായിരിക്കും? PM ബി കോസ് തീറ്റ ആയിരിക്കും. MN ബി സൈൻ തീറ്റയാണ്. MN ബി സൈൻ തീറ്റ ആവാൻ കാരണം കേട്ടോ. ഇതാ ഇവിടെയാണ് ആ കമ്പോണന്റ് വരിക. ആ കമ്പോണന്റ് ഇവിടെ എടുത്ത് വെച്ചാൽ മതി. അതിനാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. അതിന് ഞാൻ ആവർത്തിക്കൂലേ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ MN ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഓക്കെ, ഇനി ഒന്നുകൂടി വേണം. MN ഈക്വൽ ടു, വീണ്ടും MN എടുക്കാണ്ട്, പക്ഷെ ട്രയാങ്കിൾ മാറ്റുന്നുണ്ട്. ട്രയാങ്കിൾ ഏതാണെന്നറിയോ? ട്രയാങ്കിള് ഇവിടെ ഇപ്പൊ ഇനി O കൊടുത്താൽ പ്രശ്നമാവൂലേ? എന്താ പേരെടുക്കുക ഇവിടെ? അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പേര് മാറ്റി കൊടുത്താലോടാ. ഞാനിവിടെയും പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഇവിടെ നമുക്ക് Q കൊടുക്കാം. ഇത് O കൊടുക്കാം. അപ്പൊ ഞാൻ ട്രയാങ്കിൾ ONM എടുക്കുകയാണ്. എന്ത്? ട്രയാങ്കിൾ ONM. ഏതാണ്? ട്രയാങ്കിൾ ONM. നോക്കിയാൽ മക്കളെ, ട്രയാങ്കിൾ ONM ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. ഇതാരാ? R. നമ്മുടെ റിസൾട്ടന്റ്. ഇതായി കിടക്കണ നമ്മുടെ റിസൾട്ടന്റാ. ആ റിസൾട്ടന്റിനെ ആൽഫയുടെ രൂപത്തിൽ കമ്പോണൈസ് ചെയ്താൽ ആ റിസൾട്ടന്റ് ഇങ്ങോട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ അല്ലേ? അപ്പൊ റിസൾട്ടന്റിനെ കമ്പോണൈസ് ചെയ്യാണ്, ആംഗിൾ ആൽഫയാണ്. അപ്പൊ ഈ താഴ്ഭാഗം എന്തായിരിക്കും? R cos ആൽഫ. ഈ താഴ്ഭാഗം എന്തായിരിക്കും? ആൽഫയോട് ചേർന്ന് നിൽക്കുന്നത്, ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്നത് R cos ആൽഫ. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? പറഞ്ഞോളൂ. R sin ആൽഫ. മനസ്സിലായല്ലോ? ശരിക്കും ഇങ്ങോട്ടാണ് വരിക. പക്ഷെ അതെടുത്ത് ഇവിടെ വെക്കാം. ഒരു വലിയ ട്രയാങ്കിൾ ONM-ൽ നിന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഈ MN ഉണ്ടാക്കിയത് എവിടുന്നാ? ഈ MN ഉണ്ടാക്കിയത് ചെറിയ ട്രയാങ്കിൾ PMN എന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. ചെറിയ ട്രയാങ്കിൾ PNM എന്ന്. OP നമ്മൾ കണ്ടുപിടിച്ചത് ഏത് ട്രയാങ്കിൾ എന്നാ? ട്രയാങ്കിൾ
ഒ പി എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല, അത് ശരിക്കും ഇപ്പൊ മാറിയിട്ടുണ്ട്, ക്യൂ പി ആയിട്ടുണ്ട്. ഞാൻ ഓനെ ക്യൂ ആക്കിയില്ലേ, അപ്പൊ ക്യൂ പി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ട്രയാങ്കിൾ ക്യൂ പി എന്നിൽ നിന്നാണ് എനിക്ക് ഒ പി കിട്ടിയത്. ഇനി അപ്പം ക്യൂ പി കിട്ടി, എം എൻ 2 കിട്ടി, ഒരു ക്യൂ പി കൂടി കണ്ടുപിടിക്കണം. എങ്ങനെ? ഒരു ക്യൂ പിയും കൂടി കണ്ടുപിടിക്കാൻ കഴിയുമോ? ഒരു ക്യൂ പി ഇപ്പം ഈ ട്രയാങ്കിളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, ഈ ട്രയാങ്കിളിൽ നിന്ന് ക്യൂ പി എന്നൊരു ക്യൂ പി കണ്ടെത്തിയിട്ടുണ്ട്. വേറെ ട്രയാങ്കിൾ ഞാൻ പറഞ്ഞുതരാം. ഒ ക്യൂ പി, ട്രയാങ്കിൾ ഒ ക്യൂ പി. ഏതാ ട്രയാങ്കിൾ? ഇതാ, മനസ്സിലായ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. ഈ ആംഗിൾ 90 അല്ലേ മക്കളെ? അവിടെ ഉണ്ടൊരു ആൽഫ. ഇപ്പോൾ വലിയ ഈ ട്രയാങ്കിൾ എടുത്താലുള്ള ആംഗിൾ ആൽഫയാണ്, ചെറിയ ഈ ട്രയാങ്കിൾ എടുത്താലുള്ള ആംഗിൾ ആൽഫയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ ക്യൂ പിയിൽ നിന്ന് എനിക്ക് ക്യൂ പി കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ, എന്താ ട്രയാങ്കിൾ ഒ ക്യൂ പിയിലെ ക്യൂ പി? ട്രയാങ്കിൾ ഒ ക്യൂ പിയിൽ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ എ അല്ലേ? ട്രയാങ്കിൾ ഒ ക്യൂ പിയിൽ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ എ. ആ വെക്ടർ എനെ കമ്പോണൈസ് ചെയ്യുമ്പോൾ ആൽഫയാണ് ആംഗിള്, മനസ്സിലായല്ലോ? ഇയാള് ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്. അപ്പോൾ ആ ആൽഫനോട് ചേർന്ന് നിൽക്കുന്ന ഈ സൈഡ് കോസ് കമ്പോണന്റ്, ആ ആൽഫന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ സൈഡോ സൈൻ കമ്പോണന്റ്. അപ്പൊ ക്യൂ പി എനിക്ക് പറയാം എ സൈൻ ആൽഫ. സംഭവം കളവായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് എത്ര ട്രയാങ്കിളുകളാണ് ഞാൻ എടുത്തത്? ട്രയാങ്കിൾ പി എം എൻ. ആരാ? പി എം എൻ. ഓക്കെ. പിന്നെ അടുത്തത് ട്രയാങ്കിൾ ഒ എൻ എം. അത് ഒ എൻ എം, വലിയ ട്രയാങ്കിൾ എടുത്തു. പിന്നെ ആരെടുത്തത്? ട്രയാങ്കിൾ ക്യൂ പി എൻ എടുത്തു, ക്യൂ പി എൻ. പിന്നെ അടുത്തത് ട്രയാങ്കിൾ ഒ ക്യൂ പി എന്ന് പറഞ്ഞാൽ ഒ ക്യൂ പി, ഈ ട്രയാങ്കിൾ എടുത്തു. എല്ലായിടത്തുനിന്നും ഞാൻ കണ്ടെത്തിയത് എന്താ? സൈൻ കമ്പോണന്റ് ആണ് ഞാൻ കണ്ടെത്തിയത്, മനസ്സിലായോ? ഇപ്പൊ എം എന്നിന് ഞാൻ ബി സൈൻ തീറ്റ കൊടുക്കാൻ കാരണം എന്താ? ഇത് വെക്ടർ ബി ആണ്. ആ വെക്ടർ ബിനെ തീറ്റയിൽ കമ്പോണൈസ് ചെയ്യുമ്പോൾ ഇത് കോസ് കമ്പോണന്റ്, ഇത് സൈൻ കമ്പോണന്റ്. അപ്പൊ ബി സൈൻ തീറ്റയാണ് എം എൻ. ഇനി എം എൻ വലിയ ട്രയാങ്കിളിന്റെ ഭാഗമായി വരുമ്പോൾ ഇത് ആൽഫയാണ്. ആൽഫ എന്ന് പറയുന്നത് ഇത് വെക്ടർ ആറ്. ആ വെക്ടർ ആറിന്റെ ആൽഫയുമായി ഉണ്ടാക്കുന്ന കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇതെന്തായിരിക്കും? ആർ കോസ് ആൽഫ ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഇത് ആർ സൈൻ ആൽഫയും കൂടിയാണ് എം എൻ. അത് ഞാൻ എഴുതി. പിന്നെ ഒരു ചെറിയ ട്രയാങ്കിൾ ക്യൂ പി എൻ എടുത്തു, ക്യൂ പി എൻ. ബോർഡർ അടിക്കരുതേ, സ്പീഡ് പറയല്ല, നിവൃത്തിയില്ല. ക്യൂ പി എൻ. മക്കളെ ക്യൂ പി എന്നിന് എനിക്ക് ക്യൂ പി അറിയേണ്ടിയിരുന്നത് ഇവിടുത്തെ ആംഗിൾ ബീറ്റയാണ്. ബീറ്റന്റെ എതിർ സൈഡിലാണ് ക്യൂ പി ഉള്ളത്. ഇവിടുത്തെ വെക്ടർ ആരാ? ഇവിടുത്തെ വെക്ടർ ബി. അപ്പൊ വെക്ടർ ബിന്റെ ബീറ്റയോട് ചേർന്ന് നിൽക്കുന്ന ഈ സൈഡ് കോസ് സൈഡാ. അപ്പൊ ഈ സൈഡ് ബി സൈൻ ബീറ്റ ആയിരിക്കും, ബി സൈൻ ബീറ്റ. ഇനി ഈ ക്യൂ പിക്ക് തന്നെ വേറെ കേസ് കാണാം. ഇനി ഞാൻ വേറെ ട്രയാങ്കിൾ എടുത്തു, ഒ ക്യൂ പി ആണ് ട്രയാങ്കിൾ എടുത്തു. ആ ഒ ക്യൂ പിയിലുള്ള വെക്ടർ എ ആണ്. വെക്ടർ എന്റെ ആൽഫയുമായി ചേർന്നിട്ടുണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ സൈഡ് കോസ് സൈഡും ഈ സൈഡ് സൈൻ സൈഡും ആയിരിക്കും. അതായത് ക്യൂ പി വെക്ടർ എന്റെ സൈൻ സൈഡാണ്. അപ്പൊ എ സൈൻ ആൽഫയാണ് ക്യൂ പി. ഇതെന്തുകൊണ്ടാ പറയാത്ത മനസ്സിലായില്ലേ? ഇത് സ്കൂളൊക്കെ പറയുന്നുണ്ടോ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനത് എന്തായാലും പറയാമെന്ന് വിചാരിച്ചൊക്കെ പറഞ്ഞാണ്. അപ്പം മനസ്സിലായി വിചാരിക്കുന്നു. 4 ട്രയാങ്കിളുകളിൽ നിന്ന് ഞാൻ 4 ഇക്വേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടാ ബി സൈൻ തീറ്റ ഈക്വൽ ടു ആർ സൈൻ ആൽഫ പറഞ്ഞൂടെ? പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ബി സൈൻ ബീറ്റ ഈക്വൽ ടു എ സൈൻ ആൽഫ പറഞ്ഞൂടെ? ബി സൈൻ തീറ്റ ഈക്വൽ ടു ആർ സൈൻ ആൽഫ, ബി സൈൻ ബീറ്റ ഈക്വൽ ടു എ സൈൻ ആൽഫ. ഇനി ഇവിടുന്ന് ഒരു കാര്യം നോക്കുങ്ങള്, ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫനെ ഇങ്ങോട്ടും സൈൻ തീറ്റനെ അങ്ങോട്ടും എടുത്തതാണ്. ഇനി ഇവിടെ അങ്ങനെ ചെയ്ത് നോക്ക്. ഇവിടെ അങ്ങനെ ചെയ്താല് ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ എന്ന് കിട്ടും. സൈൻ ബീറ്റനെ അങ്ങോട്ടും സൈൻ ആൽഫനെ ഇങ്ങോട്ടും എടുത്തതാണ്.
മക്കളെ നോക്ക്, ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ ബീറ്റ ഇക്വേഷൻ നമ്പർ 1ഉം ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ ഇക്വേഷൻ നമ്പർ 2ഉം ആണെങ്കിൽ ഇതിങ്ങോട്ട് എഴുതി കൂടെ. കമ്പയറിങ് 1 and 2. 1 and 2 ഇക്വേഷനുകൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്ന് വിശദീകരിച്ച് ഞാൻ എഴുതാൻ പോവാണ്. എ ബൈ സൈൻ ബീറ്റ എന്ന് പറയുന്നത് ബി ബൈ സൈൻ ആൽഫക്ക് ഈക്വൽ ആണ്. അവിടുന്ന് കിട്ടി. മാത്രമല്ല ബി ബൈ സൈൻ ആൽഫ ആണെങ്കിലോ ആർ ബൈ സൈൻ തീറ്റക്ക് ഈക്വൽ ആണ്. കിടക്കട്ടെ. ദിസ് ഈസ് ലോ ഓഫ് സൈൻ. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് സൈൻ എന്ന് വിളിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്ക്. എ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ. എങ്ങനെ ഉണ്ടാക്കിയത്? എങ്ങനെയാ? പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്, ശരിയാണ്. പണി എന്താണ്? കമ്പോണൈസ് ചെയ്യലാണ് പണി. കമ്പോണൈസ് ചെയ്യുമ്പോൾ ഞാനിവിടെ തൊട്ട് ആകെ മായിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഇത് ക്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയണം, ഇത് പി ആണെന്ന് അറിയണം, ഇത് എം ആണെന്ന് അറിയണം, ഇത് എൻ ആണെന്ന് അറിയണം. ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇത് ബീറ്റയാണ്. എന്താ കാരണം? ബിയും ഇതും തമ്മിലുള്ള ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ ഇത് ബീറ്റയാവും. ഇത് ആൽഫയാണ്. ഞാൻ 4 ട്രയാങ്കിളുകൾ അങ്ങ് എടുത്തിട്ട് ആ 4 ട്രയാങ്കിളിൽ നിന്നും എം എൻ എന്ന് പറഞ്ഞൊരു സൈഡും ക്യൂ പി എന്ന് പറഞ്ഞൊരു സൈഡിനും 2 ഇക്വേഷൻസ് ഉണ്ടാക്കി. എന്നിട്ട് അവരെ അങ്ങ് ഇക്വേറ്റ് ചെയ്തു. അവർ എം എൻ ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണല്ലോ, ഇവിടെ ഈക്വൽ ആണല്ലോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തു. എന്നിട്ട് എനിക്ക് മനസ്സിലായി ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റയാണ്. അതുപോലെ ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റയാണ്. കൂട്ടി എഴുതി. ഇത് ബോർഡ് എക്സാമിന് NCERT-ൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ലോ ഓഫ് സൈൻസ്. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തതിൻ്റെ പേരെന്താണ്? ലോ ഓഫ് സൈൻ. ഇതിന് വേറൊരു പേരുണ്ട്, ലാമീസ് തിയറം. പക്ഷെ ഇതിന് ഏറ്റവും സിമ്പിളായ വേറെ മെത്തേഡ് ഉണ്ട്. അപ്പം ഇങ്ങനെ പറയും, അതിന് പറഞ്ഞുകൂടേനോ. പക്ഷെ NCERT അങ്ങനെ പറയാത്തതുകൊണ്ടാണ് പറയാൻ കേട്ടോ. ആ മെത്തേഡ് എന്താണെന്ന് കണ്ടോളൂ. ലാമീസ് തിയറം പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ലോ ഓഫ് സൈന് പ്രൂവ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇക്വിലിബ്രിയത്തിലുള്ള മൂന്ന് വെക്ടറുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ നിന്ന് പുറപ്പെടുന്ന 3 വെക്ടറുകൾ എ ബി സി. ഇപ്പം ഈ ആംഗിള് ആൽഫ ബീറ്റ ഗാമ എന്ന് കൊടുക്കുക. അതായത് എയും ബിയും തമ്മിലുള്ള ആംഗിള് ഇവിടെ തുടങ്ങാം. എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആൽഫ, ബിയും സിയും തമ്മിലുള്ള ആംഗിള് ബീറ്റ, സിയും എയും തമ്മിലുള്ള ആംഗിൾ ഗാമ. അത് വെറുതെ പേരാട്ടോ, അതിൽ ഞെട്ടണ്ട. അപ്പൊ എങ്ങനെ കൊടുത്താൽ എക്കും ബിക്കും സിയും ഇത് 3 വെക്ടേഴ്സാണ്. ആ 3 വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് എങ്കിൽ ലോ ഓഫ് സൈൻ പ്രകാരം ശ്രദ്ധിച്ചോ, എ ഡിവൈഡഡ് ബൈ കളറില്ലല്ലോ, നമുക്ക് എ ഡിവൈഡഡ് ബൈ കേൾക്കണേ, അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ സൈന്, അപ്പോൾ സൈൻ ബീറ്റ മനസ്സിലായോ, ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ സൈൻ ഗാമ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. ഇത് എഴുതി വെച്ചാലും അല്ലെങ്കിൽ പ്രോബ്ലംസിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത്ര വേണേ ശരിക്കും ലോ ഓഫ് സൈൻ പ്രൂവ് ചെയ്യാൻ. 3 ഇക്വിലിബ്രിയം വെക്ടേഴ്സിന് വരയ്ക്കുക. എന്താ ഇക്വിലിബ്രിയം വെക്ടേഴ്സ് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ചെയ്യുന്ന 3 വെക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എൻ്റെ തല പിടിച്ച് മുകൾക്ക് വലിക്കുകയാണ് 10 ന്യൂട്ടണിൽ, എൻ്റെ കൈ പിടിച്ച് അടുത്തേക്ക് വലിക്കുകയാണ് 10 ന്യൂട്ടണിൽ, ഈ കൈ പിടിച്ച് വലത്തേക്ക് വലിക്കാൻ 10 ന്യൂട്ടണിൽ. മനസ്സിലായോ? അപ്പോൾ 3 വെക്ടറുകളാണ് അത്. 1 2 3 3 ഡയറക്ഷനിലാണ് വലിക്കുന്നത്. അങ്ങനെ ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പം ഈ പോയിന്റ് ഉള്ളത്. 3 ഈക്വൽ ഫോഴ്സുകൾ പല ഡയറക്ഷനിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ ആൽഫ ബീറ്റ ഗാമ എന്നുള്ള 3 ആംഗിളുകളാണ് അവർക്കിടയിൽ ഉള്ളതെങ്കിൽ ലോ ഓഫ് സൈൻ പ്രകാരം നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എ ബൈ സൈൻ ബീറ്റ, ബി ബൈ സൈൻ ആൽഫ, ബി ബൈ സൈൻ ഗാമ, സി ബൈ സൈൻ ആൽഫ. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ വേറൊരു തരത്തിൽ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. എ ബൈ സൈൻ ബീറ്റ, ബി ബൈ സൈൻ ആൽഫ, ആർ ബൈ സൈൻ തീറ്റ. അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇത്. ഈ അവസാനം പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണെങ്കിൽ അതങ്ങ് വിടുക കേട്ടോ. ലാമീസ് തിയറത്തിന്റെ ബേസിക് ആണിത്. എൻട്രൻസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഇതാണ് ഏറ്റവും സുഖം. നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. 3 ഈക്വൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ 3 വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നു ഒരു പോയിന്റിൽ നിന്ന് പല ഡയറക്ഷനിലേക്ക് എങ്കിൽ അവരെ വെച്ച് സൈൻ തിയർ ചെയ്തെങ്ങനെയാ, അയാള്
ബൈ അയാളുടെ ഓപ്പോസിറ്റ് ആംഗിള്, ഇയാൾ ബൈ അയാളുടെ ഓപ്പോസിറ്റ് സൈൻ ആംഗിള്, ഇയാൾ ബൈ അയാളുടെ ആംഗിളിന്റെ സൈന്. മനസ്സിലായോ? എല്ലാത്തിനും താഴെ സൈനാണ്. ഇതിനാണ് ലോ ഓഫ് സൈൻ എന്ന് പറയാ. അപ്പൊ ഇതോ അതും ലോ ഓഫ് സൈൻ ആണ്. അത് NCERT വിശദീകരിച്ച ലോ ഓഫ് സൈൻ. ഇത് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ലോ ഓഫ് സൈൻ. എൻട്രൻസ് പഠിക്കാത്തവരും ഇത് മറന്നു കളയുക, ഇത് മാത്രം പഠിച്ചു വെക്കുക. ഈ സാധനം NCERT ഉണ്ട്, അതുകൊണ്ട് പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? R is equal to root of a square plus b square plus 2ab cos theta. ഇതാണല്ലോ അനലിറ്റിക്കൽ മെത്തേഡിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നിങ്ങൾ നോക്കേ, ഈ ഇക്വേഷനിൽ കുറച്ച് സ്പെഷ്യൽ കേസസ് നമ്മൾ ഓർത്തു വെക്കണം. ഇത് +1ലേക്കും +2ലേക്കും ഒക്കെ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. എന്താണെന്ന് ചോദിച്ചാൽ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? രണ്ട് വെക്ടറുകൾ ഒരേപോലെ ആക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവർ എയും ബിയും ആണ്, ഇവർ തമ്മിൽ ആംഗിൾ ഇല്ലല്ലോ. മനസ്സിലായോ? ആംഗിൾ ഉണ്ടാവണമെങ്കിൽ ഇയാളെ കൊടുന്ന് ഇയാളെ വാൽമ വെക്കാൻ കഴിയണ്ടേ? അത് കഴിയൂല, നേരെ മുകളിൽ വെക്കാനേ പറ്റുള്ളൂ. ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടറുകൾ, അപ്പോഴാണ് തീറ്റ 0 ഒരേ ഡയറക്ഷനിലേക്ക്. തീറ്റ 0 ആയി കഴിഞ്ഞാൽ റിസൾട്ടന്റ് എന്താ വരിക? റിസൾട്ടന്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞേ root of a square plus b square plus 2ab cos theta ആണ്. a square plus b square plus 2ab cos 0 എന്ന് വരും. എത്ര cos 0? 1. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? cos 0 1 ആയി പോയിട്ടോ. ബാക്കി എന്താ ഉള്ളത്? a plus b ദി ഹോൾ സ്ക്വയർ ഫോം അല്ലേ റൂട്ടിനുള്ളിൽ കിടക്കണേ. അപ്പോൾ a plus b ദി ഹോൾ സ്ക്വയർ, സ്ക്വയറും റൂട്ടും കട്ട് ചെയ്തു, ആൻസർ എന്ത് കിട്ടും? a plus b. സിമ്പിൾ ആണ്. നമ്പർ 2 എന്താ അറിയോ? തീറ്റ 0 ആണല്ലോ ഇവിടെ. അതിന് പകരം നമ്മൾ തീറ്റ 90 എടുക്കുകയാണ്. തീറ്റ 180 എടുക്കുക. അടുത്ത കേസ് അവർ എന്താ പറയുക? ഒരു വെക്ടർ അങ്ങോട്ട്, ഒരു വെക്ടർ ഇങ്ങോട്ട്, ഇവർ തമ്മിൽ ആംഗിൾ 180 അല്ലടാ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടറുകൾ, മക്കളെ പറയൂ, അവരുടെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഈ ഇക്വേഷനിൽ കൊടുക്കും അല്ലേ? ഇക്വേഷനിൽ കൊടുക്കും a സ്ക്വയർ ഉണ്ടാവും, b സ്ക്വയർ ഉണ്ടാവും, 2ab ഒക്കെ ഉണ്ടാവും. cos 180 എന്താടാ? cos 180 -1 ആ. അപ്പോൾ ഈ പ്ലസ് മൈനസ് ആവും. ഈ പ്ലസ് മൈനസ് ആക്കി ഒന്ന് വായിച്ചേ. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ അത് a മൈനസ് b ദി ഹോൾ സ്ക്വയർ ഫോമിലാണ്. മനസ്സിലായോ? ഒരു റൂട്ടും ഉണ്ട്, അപ്പോൾ സ്ക്വയറും റൂട്ടും കട്ട് ചെയ്തിട്ട് ആൻസർ എന്ത് കിട്ടും? a മൈനസ് ബി കിട്ടും. അപ്പോൾ രണ്ട് വെക്ടറുകൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവർ ആഡ് ചെയ്യണമെന്നും, രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അഥവാ തീറ്റ 180 അവരെ തമ്മിൽ മൈനസ് ചെയ്താൽ മതിയെന്നും മനസ്സിലാക്കാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു അറിവാണ്. നിങ്ങളിപ്പോൾ അത് അറിയുന്നവരാണ്. നമ്പർ 3 മൂന്നാമത്തെ കോൺസെപ്റ്റ്. എന്താ മൂന്നാമത്തെ കോൺസെപ്റ്റ്? തീറ്റ 90 ആണ് എങ്കിൽ, തീറ്റ 90 ആണെങ്കിൽ എന്താ? ഒന്നുമില്ല, വേഗം ഇക്വേഷനിൽ കൊടുക്കുക. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 90. കോസ് 90 0 ആണ്. അപ്പോൾ ഈ ഹോൾ ടേം അങ്ങ് പോകും, കാരണം ഇൻറ്റു 0 അല്ലേ അത്. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? r is equal to root of a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത്ര തന്നെ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. അവിടെ വേറെ ഷോർട്ട് കട്ടും ഷോർട്ട് മെത്തേഡൊന്നും ഇല്ല. ഇനി വേറൊന്ന് നോക്കാം. നമ്പർ 4 രണ്ട് വെക്ടറുകൾ, വെക്ടർ എയും വെക്ടർ ബിയും, അവർ ഈക്വൽ ആണ് കേട്ടോ. ആ വെക്ടറുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഈക്വൽ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എ ഈക്വൽ ടു ബി ആണ്, കാരണം വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി ആണല്ലോ, എങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡുകളും ഈക്വൽ ആയിരിക്കും. എനിക്ക് അവർ തമ്മിലുള്ള ആംഗിള് 120 ആണ്. തീറ്റ എത്രയാണ്? 120. അപ്പോൾ എയും ബിയും ഇങ്ങനെയുള്ളത്. ഓക്കെ, ഈ ആംഗിൾ 120 ആണ്. റിസൾട്ടന്റ് എങ്ങനെ കാണും? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 120 കൊടുത്താലേ ഇവിടെ കൊടുത്താലേ. ഇനി നമുക്ക് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 120. എൻ്റെ മക്കളെ, കോസ് 120 എന്താ? -1/2 ആണ്. എനിക്ക് എവിടുന്നാ കിട്ടിയേ? കോസ് 120 -1/2 ആണെന്ന് എനിക്ക് എവിടുന്നാ കിട്ടിയത്? നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ല, നമ്മൾ ട്രിഗ്നോമെട്രിക് ആയ കുറേ തട്ടിപ്പുകളുണ്ട്. ഞാനത് എവിടേക്കോ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഇവിടെയാണതൊന്ന് വിശദമായി പറയാൻ പോവാണ്. നമ്മൾ +1 ആദ്യ ചാപ്റ്ററുകളിലെ വീഡിയോകളൊക്കെ കുറച്ച് പതുക്കെയും
പിന്നെ അതിലൊക്കെ കുറച്ച് ഓവർ കണ്ടന്റ് ഉണ്ടാവും. ഓവർ കണ്ടന്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താണെന്നറിയോ, നമ്മളെ +2 +1 ബാക്കി ചാപ്റ്ററുകളിലേക്കൊക്കെ ഉള്ള കുറേ ലിങ്കുകൾ നമുക്ക് ഇവിടെ താജ്മഹലായി പണിതിടേണ്ടതുണ്ട്. മാത്രമല്ല മാത്സിലെ കുറേ ബേസിക്കുകളൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊന്നും ടെക്സ്റ്റിലില്ലാത്തതാണല്ലോ, ഇയാൾ എന്തൊക്കെയാണ് പറയണത്, അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷേ അങ്ങനെ വിചാരിച്ചാൽ പഠിക്കാതിരുന്നാൽ അടുത്തടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ടഫ് ആയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഇപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടി പറയണതൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, വളരെ ഉപകാരം ഉണ്ടാവും കേട്ടോ. ഞാനിത് പറയാറുള്ളത് ASTC എന്നാണ്. ട്രിഗ്നോമെട്രി 3rd ചാപ്റ്ററാണ് +1. അത് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാവും. ഞാൻ പറയണത് മാത്രം കേൾക്കുക. ഫിസിക്സിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉണ്ട്. അത് ഞാൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. sin 30 എത്രയാണ്, cos 30 എത്രയാണ്, 30, 60, 45 60, 90, 180 ഇത്രയും ആളുകളുടെ സൈൻ വാല്യൂവും കോസ് വാല്യൂവും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. sin 30 1/2 ആണ്, sin 45 1/√2 ആണ്, sin 60 √3/2 ആണ്, sin 90 0 ആണ് അല്ലേ. വേറെ ആളുകളുണ്ട് sin 0. sin 0 0 ആണ്, sin 90 1 ആണ്, sin 180 0 ആണ്. ഇനി ഇവിടെ cos 0 1 ആണ്, cos 0 1 ആണ്, 0 sin 0 0, cos 0 1 ആണ്. cos 30 എത്രയാണ്, cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. cos 45 1/√2 തന്നെയാണ്. cos 60 1/2 ആണ്. cos 90 0 ആണ്. cos 180 -1 ആണ്. ബേസിക് ആയി ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ഇവിടെ ഇങ്ങനെ വെച്ച് മാറലാണ്, മനസ്സിലായോ. 30 sin 30 1/2, പക്ഷെ cos 30 √3/2, പക്ഷെ sin 60 √3/2, cos 60 ആണെങ്കിലോ 1/2. അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് മാറിയിരിക്കുക. പിന്നെ ഇതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. സൈനും കോസും അറിയാമെങ്കിൽ ടാൻ അറിയാം. sin ബൈ കോസ് ആണ് ടാൻ. ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ടാൻ 45 എത്ര കിട്ടുക, sin ബൈ കോസ് ആണ്. അപ്പോൾ sin 45 cos 45 1/√2 1/√2 1. മനസ്സിലായോ. എത്രയാണ് ടാൻ 0 കിട്ടുക, ടാൻ 0 പറഞ്ഞാൽ sin 0 cos 0 ആണ്. അപ്പോൾ 0/1 0. മനസ്സിലായല്ലോ. എത്രയാണ് ടാൻ 60 കിട്ടുക, ടാൻ 60 എന്ന് പറഞ്ഞാൽ sin 60 cos 60 ആണ്. അപ്പോൾ √3/2 1/2 ആണ്. ഇതെങ്ങനെ ചെയ്യുക, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, 2/1. അപ്പോൾ 2 കട്ട് ചെയ്ത് പോകും, ആൻസർ √3 കിട്ടും. ടാൻ 60 √3 ആണ്. അങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് തുടക്കത്തിൽ. അത് അറിയാത്തവർ കൃത്യമായിട്ട് ഒന്നുകൂടിയും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തന്നെ എല്ലാം പറഞ്ഞു കേട്ടോ. ഇനി വേറെ എവിടെ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട, വേറെ എവിടെയാണോ പറഞ്ഞതെന്ന് വിചാരിക്കേണ്ട, ഇവിടെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണം, മനസ്സിലുണ്ടാവണം. ഇനി ഈ ഭാഗത്ത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ASTC എന്നുള്ള ഒരു കൺസെപ്റ്റ് അറിയണം. ഇതിൻ്റെ അർത്ഥം ഈ ഒരു ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്, ഓൾ ആർ പോസിറ്റീവ് എന്നാണ് ഇതിൻ്റെ മീനിങ്. എന്താ അതിൻ്റെ മീനിങ്, ഓൾ ആർ. ആരെ ഓള്, സൈന് ഓളോ, സൈന് ചളി, സൈന് കോസ് ടാന് കോട്ട് കൊസീക്ക് സീക്ക് അല്ലേ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലേ ഇവരെല്ലാവരും പോസിറ്റീവ് ആണ് ഈ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് പറഞ്ഞാൽ 0 മുതൽ 90 വരെ. അപ്പൊ sin 0-യും sin 90-യും അതിൻ്റെ ഇടയിലുള്ള സകല വാല്യൂവും പോസിറ്റീവ് ആയിരിക്കും. sin 45 അത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇവിടെ അല്ലേ വരുന്നത്. മനസ്സിലായോ. കോട്ട് 45 അവൻ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ അല്ലേ വരുന്നത്. സീക്ക് 45 അവൻ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ അല്ലേ വരുന്നത്. 0-ക്കും 90-ക്കും ഇടയിൽ വരുന്ന ആംഗിളുകൾ സൈൻ എടുത്താലും കോസ് എടുത്താലും കോട്ട് എടുത്താലും കൊസീക്ക് എടുത്താലും സീക്ക് എടുത്താലും ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ 90 മുതൽ 180 വരെ, സൈൻ 90 മുതൽ 180 വരെയുള്ള ആളുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കും, അല്ലാത്തവരൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഒരു ചോദ്യം മനസ്സിലാവേണ്ട ഒരു ചോദ്യം, സൈൻ 120 എത്രയാണ്, പോസിറ്റീവ് ആയിരിക്കും. 90 മുതൽ 180 വരെ സൈൻ പോസിറ്റീവ് ആണല്ലോ. പക്ഷെ കോസ് 120 നെഗറ്റീവ് ആയിരിക്കും, കാരണം 90 മുതൽ 180 വരെ സൈന് മാത്രമാണ് പോസിറ്റീവ്, കോസ് പോസിറ്റീവ് അല്ല. കോട്ട് 120 എത്ര ആയിരിക്കും, അതും നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞു മാറിയില്ലല്ലോ. അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണ്ടേ ഞാൻ. അതായത്
90 മുതൽ 180 വരെ സൈൻ മാത്രമാണ് പോസിറ്റീവ്. കോസ് 120 പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്. ഇവിടെ സൈനേ പോസിറ്റീവ് ഉള്ളൂ, കോസ് നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? കോട്ട് 120യോ അതും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? സൈന് മാത്രമാണ് പോസിറ്റീവ്. എന്നാൽ ഒരു തിരുത്തുണ്ട്, സൈനും അതിൻ്റെ ആളും, ഓനും എൻ്റെ ആളും അല്ലേ, സൈനും ഓൻ്റെ ആളും, ഓൻ്റെ ആള് പറഞ്ഞാൽ ഓൻ്റെ ആള് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? സൈനിൻ്റെ ഓപ്പോസിറ്റ് കൊസീക്കാണ് അല്ലേ, കോസിൻ്റെ ഓപ്പോസിറ്റ് സീക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10th ടെക്നോമെട്രിയിലെ പഠിക്കും കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഈ കോസീക്കിലേക്കും സീക്കിലേക്കും നമ്മൾ പോവാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. സൈൻ പോസിറ്റീവ്, ശരിക്കും സൈനും ഓൻ്റെ ആളും പോസിറ്റീവ്. ഇവിടെ ടാനും കോട്ടും പോസിറ്റീവ് 180 മുതൽ 270 വരെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ടാൻ 190 പോസിറ്റീവ് ആയിരിക്കും ആൻസർ. എത്രയാണെന്ന് അറിയില്ല, പോസിറ്റീവ് ആയിരിക്കും. ടാൻ 190 പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. കാരണം എന്താ? 180 മുതൽ 270 വരെ ടാൻ്റെ വാല്യൂ പോസിറ്റീവാണ്. സൈൻ 190യോ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? കാരണം ഇവിടെ ടാനും ഓൻ്റെ ആളും, അതായത് കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അങ്ങനെ ടൈം കൺസ്യൂമിങ് ആണ്, വേഗം ശ്രദ്ധിക്കണം കേട്ടോ. 270 മുതൽ 0 വരെ അല്ല, 360 വരെ. കാരണം ഒരു കറക്കം കറങ്ങി വന്നാൽ പിന്നെ ഇത് 0 അല്ല, ഇത് 360 അപ്പം ആംഗിൾ 270 to 360 ആണെങ്കിൽ കോസും ഓൻ്റെ ആളും, കോസും ഓൻ്റെ ആളും അല്ലേ പോസിറ്റീവ്, കോസും ഓൻ്റെ ആളും പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവ്. സൈൻ 280 പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കോ? സൈൻ 280 നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ അല്ലേ വരിക, ഈ ക്വാഡ്രന്റിലല്ലേ വരിക. അപ്പൊ എന്താണ് ഈ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ? അതൊക്കെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ് 0 to 90, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ASTC എന്ന കോഡ് എന്തിനായിരുന്നു? എന്തിനായിരുന്നു? ആരാണ് ആ ക്വാഡ്രന്റിൽ പോസിറ്റീവ് എന്ന് അറിയാനല്ലേ മക്കളെ. അതിപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞില്ലേ, ആരാണ് പോസിറ്റീവ് എന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ടിപ്പ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ കോസ് 180 മൈനസ് തീറ്റ, കോസ് 180 പ്ലസ് തീറ്റ, സൈൻ 180 മൈനസ് തീറ്റ, സൈൻ 180 പ്ലസ് തീറ്റ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാണ്. എന്തൊക്കെ? കോസ് 180 മൈനസ് തീറ്റ, കോസ് 180 പ്ലസ് തീറ്റ, സൈൻ 180 മൈനസ് തീറ്റ, സൈൻ 180 പ്ലസ് തീറ്റ. ഇത് ജനറലി യൂസ് ചെയ്യുന്ന കുറച്ച് റീഡിങ്സ് ആണ്. അടുത്തത് കോസ് 90 പ്ലസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ, സൈൻ 90 പ്ലസ് തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ. ഓക്കെ, നോക്കി നോക്കാം നമ്മള്. ഞാൻ ആദ്യം പറയാൻ ശ്രദ്ധിക്കട്ടോ, ഈ കോസ് ആയിക്കോട്ടെ സൈൻ ആയിക്കോട്ടെ 180 മൈനസ് തീറ്റ ആണോ 180 പ്ലസ് തീറ്റ ആണോ വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ആള് മാറൂല. ആൻസർ കോസ് തീറ്റ തന്നെ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ ആൻസർ സൈൻ തീറ്റ തന്നെ ആയിരിക്കും. എന്തെങ്കിലും പറയണേ അല്ലേ? എടാ നോക്ക്, കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ തന്നെയാണ്. കോസ് 180 പ്ലസ് തീറ്റ പറഞ്ഞാലോ കോസ് തീറ്റ തന്നെ. സൈൻ 180 മൈനസ് തീറ്റ പറഞ്ഞാലോ സൈൻ തീറ്റ തന്നെ. സൈൻ 180 പ്ലസ് തീറ്റ പറഞ്ഞാലോ സൈൻ തീറ്റ തന്നെ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, കോസ് 180 മൈനസ് 30 എന്ന് പറഞ്ഞാൽ, കോസ് 180 മൈനസ് 30 എന്ന് പറഞ്ഞാൽ കോസ് 30 കണ്ടാൽ മതി. എന്ത് കണ്ടാൽ മതി? കോസ് 30 കണ്ടാൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടുത്തെ സൈനുകൾ ഒരു പ്രശ്നമാണ്. മനസ്സിലായല്ലോ? സൈൻ എങ്ങനെ നോക്കറിയോ? ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണമെങ്കിൽ സൈൻ നോക്കുന്ന വിധം കണ്ടോ. കോസ് ഓക്കെ 180 മൈനസ് തീറ്റ, ഇതാണല്ലേ 180. ഇനി ഇതിൽ നിന്നൊരു തീറ്റ കുറക്കുക എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ഇവിടെ ഉള്ളത്, തീറ്റ കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ഈ ക്വാഡ്രന്റിലുള്ളത്. 180യിൽ നിന്നും അല്പം ആംഗിൾ കുറച്ചു എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ക്വാഡ്രന്റ്. 180യിൽ നിന്ന് ഒരു ആംഗിൾ കൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ക്വാഡ്രന്റ്. ആരോട് കേൾക്കണുണ്ടോ നിങ്ങള്? അപ്പൊ മക്കളെ 180 മൈനസ് തീറ്റ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കോസ് 180 മൈനസ് തീറ്റ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാഡ്രന്റിലാണ് ആ ആള് വരുന്നത്. ഈ ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഈ ക്വാഡ്രന്റിൽ സൈൻ മാത്രമല്ലേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവ് അല്ലേ. അപ്പോൾ കോസ് 180 മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഒരു ടിപ്പ് എന്താ? 180 മൈനസ് തീറ്റ 180 പ്ലസ് തീറ്റക്കൊന്നും ആള് മാറൂല, കോസ് തന്നെ.
കോസ് തന്നെ ആൻസർ വരിക. പക്ഷെ മൈനസ് ആണോ പ്ലസ് ആണോ നോക്കണം. ഇനി നമുക്ക് കോസ് 180 പ്ലസ് തീറ്റ അത് മൈനസ് ആയിരിക്കും. കാരണം 180 പ്ലസ് തീറ്റ പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലാണ് വരിക. ഇവിടെ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ കോസ് 180 പ്ലസ് തീറ്റ കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്, പക്ഷെ മൈനസ് കോസ് തീറ്റ. അടുത്തത് സൈൻ 180 മൈനസ് തീറ്റ. ആഹാ, ഈ ക്വാഡ്രന്റിലാണ്. ഈ ക്വാഡ്രന്റ് എല്ലാവരും സൈനിന്റെ ആൾക്കാരൊക്കെ പോസിറ്റീവാ. അപ്പോൾ സൈൻ 180 മൈനസ് തീറ്റയും പോസിറ്റീവാ. പക്ഷേ സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. പോസിറ്റീവ് നെഗറ്റീവാ? പോസിറ്റീവ്. കാരണം ഇവിടെ സൈനിന്റെ വാല്യൂ ഒക്കെ പോസിറ്റീവാ. സൈൻ 180 മൈനസ് തീറ്റ ഇവിടെയാണ് വരുന്നത്. ക്വാഡ്രന്റ് 180ൽ നിന്ന് ഒരു തീറ്റ കുറക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, സൈൻ 180 പ്ലസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ ആലോചിച്ചില്ല നിങ്ങൾ? ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ എടുക്കുക. ഈ ക്വാഡ്രന്റിലെ ടാൻ അല്ലേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എന്ത് വന്നാൽ നെഗറ്റീവ് അല്ലേ. അപ്പൊ സൈൻ 180 പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയാണ്. ഇവിടെ ടാൻ മാത്രമേ ഉള്ളൂ, ടാനേ പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ട് മൈനസ് തന്നെ ആയിരിക്കും ആൻസർ. ആൻസർ സൈൻ തീറ്റ ആയിരിക്കും. കാരണം സൈൻ 180 പ്ലസ് തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. മൈനസ് ആണോ പ്ലസ് ആണോ? ഇവിടെ സൈൻ 180 പ്ലസ് തീറ്റ എവിടെയാണ് വരുന്നത്? ഇവിടെ പോസിറ്റീവ് ടാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മൈനസ് ആയിരിക്കും. ദേഷ്യം തോന്നുന്നുണ്ട് എന്നോട്? സാറില്ല. ഇനി അടുത്ത കളി 90 പ്ലസ് തീറ്റ 90 മൈനസ് തീറ്റ എന്നൊക്കെ ആംഗിൾ വന്നാൽ ആളണ്ട് മാറും. എങ്ങനെ ആളണ്ട് മാറും? ആള് മാറും എന്ന് പറഞ്ഞാൽ കോസ് സൈൻ ആകും. കോസ് സൈൻ ആകും. അപ്പോൾ 90 പ്ലസ് തീറ്റ കോസ് 90 പ്ലസ് തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റ ആയിരിക്കും. കോസ് 90 മൈനസ് തീറ്റ അതും സൈൻ തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റ ആള് മാറണല്ലോ. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ ആള് മാറി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. ശ്രദ്ധിക്കണേ, ചിഹ്നം നോക്കുമ്പോൾ മാറിക്കിട്ടിയ ആള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നല്ല നോക്കണ്ടേ. കണ്ടുപിടിക്കുന്ന ആള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നോക്കണ്ടത്. ചിഹ്നം നോക്കുമ്പോൾ മാറിക്കിട്ടിയ ആള് എന്ന് പറഞ്ഞാൽ അപ്പം മാറിക്കിട്ടിയത് ഇവിടെ സൈനാണ്. അയാൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ല, മാറ്റുന്ന ആളുണ്ടല്ലോ ഇയാള് കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണ്ടേ. 90 പ്ലസ് തീറ്റ എവിടെടാ? ഇവിടെ 90 പ്ലസ് തീറ്റ പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലാണ് വരുന്നത്. ഈ ക്വാഡ്രന്റിൽ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ആ ക്വാഡ്രന്റിൽ കോസ് 90 പ്ലസ് തീറ്റ അപ്പം നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇത് സൈൻ അല്ല സാർ കിട്ടി, ഇവിടെ സൈൻ പോസിറ്റീവ് അല്ലേ. ഇവിടെ അല്ല നോക്കണ്ടേ, മാറ്റുന്ന ആളെയാണ് നോക്കണ്ടേ. കോസ് 90 പ്ലസ് തീറ്റ അപ്പൊ 90 പ്ലസ് തീറ്റ. അപ്പൊ ഇവിടെ കോസ് 90 പ്ലസ് തീറ്റ എന്ന ആംഗിൾ ഉണ്ട്, അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ കോസ് നെഗറ്റീവാ. കോസ് 90 മൈനസ് തീറ്റ അപ്പം 90 പ്ലസ് തീറ്റ ഇവിടെയാണ്, 90 മൈനസ് തീറ്റ ഇവിടെ വരിക. ഇവിടെ എല്ലാവരും പോസിറ്റീവാ, അതുകൊണ്ട് ഇത് പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് 90 മൈനസ് തീറ്റ പറഞ്ഞാൽ വരിക. 90 എന്നൊരു ആംഗിൾ കുറച്ചാൽ ഇവിടെയാണ് വരിക. ഓക്കെ ഓക്കെ. അടുത്തത് സൈൻ 90 പ്ലസ് തീറ്റ. കൊള്ളാലോ കളി. 90 പ്ലസ് തീറ്റ. എടാ സൈൻ ഇവിടെ എല്ലാവരും പോസിറ്റീവാ. സൈൻ 90 പ്ലസ് തീറ്റ പറഞ്ഞാൽ ഇവിടെ വരിക. ഇവിടെ എല്ലാവരും പോസിറ്റീവാ, ആണ് ആൻസർ പോസിറ്റീവ്. സൈൻ 90 മൈനസ് തീറ്റ ആൻസർ കോസ് തീറ്റയാണ്, പോസിറ്റീവ് നെഗറ്റീവാ. 90 മൈനസ് തീറ്റ പറഞ്ഞാൽ ഇവിടെ വരിക. ഇവിടെ എല്ലാവരും പോസിറ്റീവാ, അതുകൊണ്ട് ആൻസറും പോസിറ്റീവ്. ഇത്രയും ബോധങ്ങൾക്ക് വേണം. ഞാനിതിങ്ങനെ പറയാൻ സമയമെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയത്. നിങ്ങളിനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻ അങ്ങ് വർക്കൗട്ട് ചെയ്ത് വെക്കാം. ഞാൻ 1 മിനിറ്റ് സ്റ്റില്ലായി നിൽക്കാം. എഴുതിയെടുക്കണം, പോസ്റ്റ് ചെയ്ത് എഴുതാൻ മതിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനിതങ്ങ് വായിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സൈൻ 90 പ്ലസ് തീറ്റ പോസിറ്റീവോ നെഗറ്റീവാ? സൈൻ 90 പ്ലസ് തീറ്റ ആദ്യം ആലോചിക്കേണ്ടത് പോസിറ്റീവോ നെഗറ്റീവോ എന്നാണ്. ചിഹ്നം ആലോചിക്കുക ആദ്യം. 90 പ്ലസ് തീറ്റ അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും ഉറപ്പാ. കാരണം ഇവിടെ ഈ ക്വാഡ്രന്റിൽ വരും, ആ ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവാ. ഇനി 90 പ്ലസ് തീറ്റ ആണെങ്കിൽ ആള് മാറും, അപ്പൊ ആൻസർ കോസ് തീറ്റ. മനോഹരം അല്ലേ? അതിമനോഹരം. ഓക്കെ, ഒരു ചോദ്യം കൂടി. കോസ് 180 മൈനസ് തീറ്റ. കൊള്ളാല കളി. 180 മൈനസ് തീറ്റ അപ്പൊ ഇവിടെയാണ് വരിക. ഈ 180 മൈനസ് തീറ്റ അറിയുമ്പോൾ ആള് മാറൂല, കോസ് തീറ്റയാണ് ആൻസർ. പ്ലസ് മൈനസാ? കോസ് 180 മൈനസ് തീറ്റ പറഞ്ഞാൽ ഇവിടെയാണ് ആ ആംഗിൾ വരിക. ഇവിടെ സൈനേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവാ, അപ്പൊ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? മനസ്സിലായല്ലോ? വായിക്കട്ടെ. എന്തിനാ അയാൾ ഇതൊക്കെ ഇവിടെ ഉന്തിയത് അല്ലേ, ഇവിടെ തള്ളിയത്? അല്ലെങ്കിൽ ചിന്തിക്കണേ. കോസ് 120 കാണാനുള്ളൊരു ഐഡിയ പറയാൻ വേണ്ടി എനിക്കിങ്ങനെ തോന്നിയപ്പോഴാണ്. പക്ഷെ ഇവിടെ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഇത് ആവശ്യമായി വരും. മനസ്സിലായോ? ഡെറിവേഷനുകളൊക്കെ ആവശ്യമായി വരും. അതുകൊണ്ട് അതിൻ്റെ ബേസ് ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞു, അടിപ്പടവ് ക്ലിയർ ആക്കി കഴിഞ്ഞു. നോക്ക്,
R is equal to root of a square plus b square plus 2ab cos 120. അപ്പൊ ഇനി പറ cos 120 കാണണം. അതിനെന്താ സുഖല്ലേ? cos 90 plus 30 ആയിരിക്കൂടെ? cos 90 plus 30 ഇതോടെ കിട്ടണല്ലോ. യെസ്, cos 90 plus theta. cos 90 plus theta ആണെങ്കിൽ ആള് മാറും. sin theta ആണ് ആൻസർ വരിക. പ്ലസ് ആണോ മൈനസ് ആണോ? അല്ലേ? ASTC ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ? ഞാൻ വെറുതെ കോമളയാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 90 plus theta, 90 plus theta ഇവിടെയാണ് വരുന്നത്. cos 90 plus theta ഇവിടെയാണ് ആ ആംഗിൾ വരുന്നത്. 90 plus theta പറഞ്ഞ ആംഗിൾ ഇവിടെയാണ് വരുന്നത്. ഇവിടെ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, കോസ് ഇവിടെ നെഗറ്റീവാ. അപ്പൊ ആൻസർ മൈനസ് സൈൻ തീറ്റ. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് സൈൻ ആ സംശയം തീർത്തിട്ടുണ്ട്. സൈൻ തീറ്റ അല്ലേ? എവിടെയും സൈൻ അല്ലേ? ഇതല്ല നോക്കണ്ടേ, മാറ്റുന്ന ആള്. കോസ് 90 plus theta, 90 plus 30 പറഞ്ഞ ആ ആംഗിൾ ഇവിടെ എങ്ങനെ ആയിട്ടാ വരിക? അവിടെ സൈനേ ഉള്ളൂ പോസിറ്റീവ്, കോസ് നെഗറ്റീവാ. അപ്പൊ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി കോസ് 90 plus theta പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പൊ മൈനസ് സൈൻ തീറ്റയാണ് ആൻസർ. സെറ്റപ്പ്. ഇനി ആൻസർ പറ. മൈനസ് സൈൻ 30 മൈനസ് 1/2 അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ? ഞാൻ ഒന്നുകൂടി അറിയാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ് കേട്ടോ. കുറേ സമയം എടുത്തു, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതല്ല ഇവിടുത്തെ തീറ്റ. 90 plus സംതിങ്, ആ സംതിങ് ആണ് തീറ്റ 30. അപ്പൊ സൈൻ 30, സൈൻ 30 1/2. മൈനസ് സൈൻ ഉണ്ട്, മൈനസ് മൈനസ് ഒക്കെ ഇവിടെ വന്ന് മൈനസ് 1/2. അപ്പൊ ആൻസർ എങ്ങനെ വരും? a square plus b square minus 2ab എന്ന് വരും. സോറി പ്ലസ് 2ab ഇൻറ്റു മൈനസ് 1/2 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ പറ എന്താ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ? a ഈക്വൽ ടു ബി അല്ലേ? അപ്പൊ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാതെ എല്ലാത്തിനും a എന്ന് പറഞ്ഞൂടെ? എല്ലാവർക്കും a എന്ന് പറയാം, കാരണം രണ്ടാളും ഈക്വൽ ആണ്. അപ്പൊ a എന്ന് പറഞ്ഞാലും b എന്ന് പറഞ്ഞാലും കണക്കാ. a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ഇൻറ്റു മൈനസ് 1/2. അപ്പൊ ഇവിടെ മൈനസ് വരും, ഈ 2 കട്ട് ചെയ്ത് പോവും. 2a സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് വരും അല്ലേ? 2a സ്ക്വയർ എന്ന് ഒരു a സ്ക്വയർ കുറച്ചാൽ എന്താ? റൂട്ട് a സ്ക്വയർ എന്ന് വരും. അപ്പൊ ആൻസർ a എന്ന് വരും. കൊള്ളാലോ കളി? എന്താ മനസ്സിലായ സംഭവം? മനസ്സിലായ എന്താ? രണ്ട് വെക്ടറുകൾ, അവരുടെ ആംഗിൾ 120, അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ ഈക്വല്. അപ്പൊ റിസൾട്ടന്റ് കണ്ടോക്കി, റിസൾട്ടന്റും a തന്നെയാണ് കിട്ടുന്നത്. a എന്ന് പറഞ്ഞാൽ b തന്നെയാണ്. അപ്പൊ അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ തന്നെയാണ്, മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് റിസൾട്ടന്റ് ആയി കിട്ടുന്നത്. ആലോചിക്കാൻ കഴിയൂല, പ്രോസസ്സിങ്ങിന് കിട്ടൂല. എന്താ കാരണം? ഇവിടെ രണ്ടാളുകളെ കൂട്ടിയതല്ലേ, രണ്ടാളെ കൂട്ടി എന്നെ കിട്ടുന്നു. അതെന്തുകൊണ്ടാ? ഡയറക്ഷൻ കൂടി പരിഗണിച്ചിട്ടുള്ള കൂട്ടലാ. വെക്റ്റർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൂടി പരിഗണിച്ചിട്ടുള്ള കൂട്ടലാ അല്ലേ? അല്ല സാധാരണ രണ്ടാൾക്കാരങ്ങ് കൂട്ടല്ല. രണ്ടാൾക്കാരെ കൂട്ടുമ്പോൾ അതന്നെ കിട്ടുന്നോ? പൊട്ടത്തരം എന്ന് പറയരുത്. ഡയറക്ഷൻ കൂടി പരിഗണിച്ചു, അവരുടെ ആംഗിൾ പരിഗണിച്ചിട്ടുണ്ട്, അതായത് ഡയറക്ഷൻ പരിഗണിച്ചിട്ടുണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡ് തന്നെ കിട്ടുകയാണ്. അപ്പം two vectors having same magnitude at an angle theta equal to 120 have resultant equal to their own magnitude. അവരുടെ മാഗ്നിറ്റ്യൂഡ് തന്നെ റിസൾട്ടന്റ് ആയി കിട്ടുന്നു. അത്ഭുതം അല്ലേ? ഇങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ക്ലാസ് ആകും, അതിലേക്ക് ഞാൻ പോണില്ല. ഇപ്പം സം സ്പെഷ്യൽ കേസസ് 4 മനസ്സിലാക്കി വെച്ചു. ഈ 4 കൂടെ മനസ്സിലുണ്ടാവൂലേ? നമ്പർ 1, r is equal to root of a square plus b square plus 2ab cos theta എന്ന ഇക്വേഷനിലേക്ക് തീറ്റ 0 എന്നും തീറ്റ 180 എന്നും തീറ്റ 90 എന്നും തീറ്റ 120 എന്നും കൊടുത്തു. ഇത് 3 കൊടുത്തപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് കൊടുത്തപ്പോഴാണ് ഞാൻ കുറേ അധികം സംസാരിച്ചത്. തീറ്റ 120 എന്ന് മാത്രമല്ല കൊടുത്തത് കേട്ടോ, അവർ ഈക്വൽ ആണെന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഞാൻ ഈക്വൽ ആണെന്ന് എടുത്തിട്ടില്ല. ഈക്വൽ ആണെന്ന് എടുത്താൽ ഇവിടെയൊക്കെ വേറെ ആൻസർ കിട്ടാണ്ട്. ഇപ്പൊ ഇവിടെ ഈക്വൽ ആണെന്ന് എടുത്ത് നോക്ക്, 2a എന്ന് കിട്ടും. എയും ബി ഈക്വൽ ആണെങ്കിലേ എയും ബിയും ഈക്വൽ ആണെന്ന് അവിടെ കൊടുത്ത പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ a + b 2a അല്ലേ? a ഈക്വൽ ടു ബി ആണെങ്കിൽ ബിനെ a എന്ന് തന്നെ പറയാം. അപ്പൊ a + a 2a അല്ലെങ്കിൽ 2b ഇരട്ടിയായി വരും. ഇവിടെ 0 ആണ് കിട്ടുക. ഇവിടെ മനസ്സിലായോ? തീറ്റ 120 ആവുന്ന സമയത്ത് എയും ബിയും ഈക്വൽ ആണെങ്കിൽ a - b പറഞ്ഞാൽ 0 ആണ് കിട്ടുക. അങ്ങനെ ഈ ഫസ്റ്റ് 3 കേസിൽ ഞാൻ a ഈക്വൽ ടു ബി കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാവുന്നതാണ്. 4മത്തേത് ഒരു രസമുള്ള കേസാണ്. അവിടെ തീറ്റ 120 ആണെന്ന് കൊടുക്കുന്നതിന് പുറമെ ഞാൻ എയും ബിയും ഈക്വൽ ആണെന്ന് കൊടുത്തപ്പം ചവിട്ടി അങ്ങ് കൂട്ടിയിട്ട് ഞാൻ പറയുന്നു അവരുടെ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡും റിസൾട്ടന്റും സെയിം ആണ്.
അപ്പം മാഗ്നിറ്റ്യൂഡും റിസൾട്ടൻറ്റും സെയിം ആവാൻ സാധ്യതയുള്ള ഒരു ആംഗിൾ ഏതാ? 120 ആണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. 120 ആണ്. അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണെങ്കിൽ റിസൾട്ടൻ്റ് അതന്നെ കിട്ടും, നോ ഡൗട്ട് അറ്റ് ആൾ. ഓക്കെ, ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ചിലർ സംസാരിച്ചത് മാത്സ് ആണ് അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, സ്ക്വയർ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. നിങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കോസ് 120 കാണാൻ ഇത്ര ഹൈപ്പൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇത് പറയണമെങ്കിൽ മറ്റേതൊക്കെ പറയണ്ടേ? ASTC പറഞ്ഞാലല്ലേ ഇപ്പം ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ ബേസ് അടിച്ച് തുടച്ച് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ ക്വാഡ്രന്റുകൾ എന്താണെന്നും ആ ക്വാഡ്രന്റിൽ വാല്യൂ എങ്ങനെ എടുക്കാമെന്നും സൈനും കോസും ടാനും ഒക്കെ സിമ്പിളായി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും ഏത് ക്വസ്റ്റ്യനിൽ ഏത് വാല്യൂ വന്നാലും നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ നമുക്ക് തരുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 4 കേസുകൾ നിങ്ങളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യാം. നമ്മൾ വിശദീകരിച്ചത് വെക്റ്റർ ആഡ് ചെയ്യുന്ന മെത്തേഡുകളെ കുറിച്ചാണ് അല്ലേ? ഗ്രാഫിക്കൽ മെത്തേഡ് പറഞ്ഞു, അനലറ്റിക്കൽ മെത്തേഡ് പറഞ്ഞു. അനലറ്റിക്കൽ മെത്തേഡാണ് നമ്മളെ കുഴപ്പിച്ചത്. നമ്മൾ ഒരുപാട് ഇക്വേഷനുകളിലേക്കൊക്കെ പോയി, കണ്ടമാനം ഇക്വേഷൻ പഠിച്ചു. എന്താ കണ്ടമാനം എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയാണ്. ഒരുപാട് അല്ലേ? ഒരുപാട് ഇക്വേഷനുകൾ പഠിച്ചു. ആ ഇക്വേഷനുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലോ ഓഫ് സൈന് മാത്രം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും എൻട്രൻസ് ലക്ഷ്യം വെക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. NCERT-യിൽ പറയാത്തതൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞതന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞതന്നെ എല്ലാം പറയുമ്പോൾ തലപ്പിരാന്ത് പിടിക്കും. ശരിക്കും ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ മുഴുവൻ പറയാറില്ല, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് സംസാരിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ വീഡിയോ ക്ലാസ് ആകുമ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പം ബേസിക്കായി എനിക്ക് പാസ്സായാൽ മതി എന്നുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ടാവും. അത് മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. മനസ്സിലായോ? ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് 90 എബോവ് എനിക്ക് എന്ത് കിട്ടണം? പെർസെൻറ്റേജ് കിട്ടണം. 90 എബോവ് പെർസെൻറ്റേജ് കിട്ടി നല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത് നല്ലോണം പഠിച്ച് ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകൾ പറയുന്ന എല്ലാ പോയിന്റും പഠിക്കണം. എൻട്രൻസ് ഞാൻ സത്യസന്ധമായി പറഞ്ഞിട്ടേ ഇല്ല. എൻട്രൻസിലേക്കുള്ള ഒരു വഴി ഇങ്ങനെ തുറന്നിടുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഒരു ആയിക്കൂടെ ഇങ്ങനെ പോയാൽ അവിടെ എത്തും, ഇന്ന ചോദ്യം ഇങ്ങനെയൊക്കെ അങ്ങനെ പോവാം, അങ്ങനത്തെ ചില വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞിടുന്നേ ഉള്ളൂ. ബാക്കി ക്ലാസ് എല്ലാം ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഇന്നലെ ഒരു പത്രവാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടി. അതായത് ഒരു ബയൺ മ്യൂണിക്ക് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട് ജർമ്മനിയിലെ. അവിടുത്തെ ഒരു വിങ് ബാക്ക് കളിക്കുന്ന ഒരു പ്ലെയറെ പ്രായം 19 വയസ്സാണ്. മനസ്സിലായോ? 19 വയസ്സാണ് ആ ചെക്കൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ ആ സമയം. വേറെ ഒരു ലെപ്സിഗ് എന്ന് പറയുന്നൊരു ടീമുണ്ട് ജർമ്മനിയിൽ തന്നെ. അപ്പോൾ അവിടെ 16 വയസ്സുള്ള ആൾക്കാരുണ്ട്. 16 വയസ്സിൽ മെസ്സിയൊക്കെ അരങ്ങേറിയിട്ടില്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഈ ആളുകളുടെ കഴിവുകൾ കണ്ടെത്തി ആ മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് മനുഷ്യന്മാർ. ഇവിടെ എന്താ വെച്ചാൽ കഴിയാത്ത കുട്ടികളെ പോലും നമ്മൾ സയൻസൊക്കെ ബുദ്ധിമുട്ടി നമ്മൾ പഠിക്കുമ്പോൾ ഏതായാലും നമ്മളിത് എടുത്തു. ഇനി അതങ്ങ് പഠിച്ചെടുക്കൽ നിർബന്ധമാണ്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു കഴിവുണ്ടാവും, ഓരോ തരത്തിലുള്ള എബിലിറ്റികൾ ഉണ്ടാവും. ചിലപ്പോൾ ഇതിൽ ഐക്കോണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇത് മനസ്സിലായില്ല വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവുക, അത് ചെയ്യാൻ കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയൊന്നും വേണ്ട. എക്സാമിന് എഴുതാനുള്ളൊക്കെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ ഫീൽഡ് അല്ലെങ്കിൽ വിട്ടുപോവുക. മനസ്സിലായോ? ഇനി ചില ആൾക്കാരുണ്ടാവും ഇതൊക്കെ ഒരു ഹരായിട്ട്. ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ ആ ഒരു ടിഗ്നോമെട്രി കാര്യങ്ങളൊക്കെ ഇതൊക്കെ രസമുണ്ടല്ലോ, അല്ല ട്രിക്കാണ്, എനിക്ക് കഴിയും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന നല്ല വിൽ പവറുള്ള ആളുകളുണ്ടാവും. ഞാൻ നാളെ പറഞ്ഞില്ല ഒരു അനുഭവം. നമ്മൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ, ചെറിയ മക്കൾ, നമ്മളെ പ്രായത്തിലുള്ള ആളുകൾ എത്രയോ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ചെക്കന് 16 കിലോമീറ്റർ കരയിലേക്ക് നീന്തിയിട്ട് ഇവിടെ എന്താ പറയുക, നമ്മളെ കരയിൽ വന്നാണ്ട് ചേർന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ ഒരാൾ മരിച്ചു. മനസ്സിലായോ? അതായത് 2 കൊല്ലം കൂടി മീൻ പിടിക്കാൻ പോയി, നടുക്കടലിലെത്തി വഞ്ചി മറിഞ്ഞു. 16 കിലോമീറ്റർ ഉൾക്കടലിൽ നിന്നാണ് വഞ്ചി മറിയണത്. നമ്മളൊക്കെ അങ്ങനെ ഒരു പ്രയാസത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അഭിമുഖീകരിച്ച് എന്ത് ചെയ്യും? അവരെ ഇച്ഛാശക്തി നോക്കണം നിങ്ങൾ. നമ്മൾ അതേ പ്രായമുള്ള ആളുകൾ ഇപ്പം പ്രായത്തിലല്ല കാര്യം. നമ്മൾ പിന്നെ നമുക്ക് കഴിയൂല, നമ്മൾ പോരാന്നൊക്കെ വിചാരിച്ചിരുന്നാലും ഒരു രംഗത്തും നമ്മളൊന്നും ആവാതെ പോകും. അപ്പം നമ്മൾ ഏതായത് പരിമിതികളുണ്ടാവും, ചിലപ്പോൾ മനസ്സിലാകാത്ത പ്രശ്നങ്ങളുണ്ടാവും. അതിനകത്തൊരു എന്താ പറയുക, പടപൊരുതാനും പോരാടാനൊക്കെ ഉള്ളൊരു മനസ്സ് വേണം. ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നല്ല, ഞാൻ വീഡിയോൻ്റെ കൺക്ലൂഷനായി ഒന്ന് പറയാമെന്നേ ഉള്ളൂ.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ചെക്കനൊക്കെ മനസ്സാലോചിച്ച് നോക്ക്. 15 കിലോമീറ്റർ നീന്തുന്നതിൻ്റെ ഇടക്ക് ഒപ്പം നീന്തുന്ന കൂട്ടുകാരൻ പറയാണ് ഇനി എനിക്ക് കയ്യൂലായി പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഓനെ വലിച്ച് കുറച്ച് ദൂരം നീന്തിയതാണ്. മനസ്സിലായോ? ആ വിൽ പവർ എന്തായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെ നീന്തി കരയിലെത്തി. മറ്റേവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവനെ വിട്ടേച്ച് പോരേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് പഠിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഏതായാലും നമ്മളൊരു കടലിൽ ചാടിയിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മളെ കടലിൽ എന്ന് പറഞ്ഞത് ഇത് പഠിച്ച് നീന്തി കയറണം, +1 +2 നല്ല മാർക്ക് വേണം, എന്നിട്ട് അവനവൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകാം. നല്ല പഠിക്കുന്ന ഫിസിക്സ് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും കേട്ടോ, അവരോടല്ല. അവരത് കൃത്യമായിട്ടൊക്കെ പഠിച്ചു വെക്കുക, എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക. എല്ലാവർക്കും പല അഭിരുചികളായിരിക്കും. പറയണതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ വിളിക്കാം, ചോദിക്കാം. അപ്പം ഇന്ന് വളരെ കുറഞ്ഞ കണ്ടൻ്റാണ്, പക്ഷെ കുറേ സമയം എടുത്തുപോയി. ലോ ഓഫ് സൈൻ വിശദീകരിച്ചു. അതുപോലെ നമ്മൾ പിന്നെ വിശദീകരിച്ചത് അനലറ്റിക്കൽ മെത്തേഡിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന ഇക്വേഷനിൽ കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ നടത്തി. മാത്രമല്ല മാത്സിലെ ട്രിഗ്നോമെട്രിക് ആയ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമതൊരു മെത്തേഡ് കൂടി ഉണ്ട്, അതാണ് റെസൊല്യൂഷൻ മെത്തേഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് പറയാം. അടുത്ത വീഡിയോ മുതൽ കുറച്ചുകൂടി സ്ട്രിക്ട്ലി സമയം കുറച്ച് നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്ത് പോകണം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ ലെങ്തി ചാപ്റ്ററാണ്. 3 പാർട്ടായി ചാപ്റ്റർ തിരിച്ചിരുന്നു. വെക്റ്റർ, അതുപോലെ സർക്കുലാർ മോഷൻ, പ്രൊജക്റ്റൈൽ. ഇനി വരാനുള്ളതൊക്കെ പിടിച്ചതിലും വലുതാണ്. ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുക ഈ ഭാഗത്തുനിന്നൊന്നും അല്ല, കുറച്ചപ്പുറം ഭാഗങ്ങളിൽ നിന്നാണ്. പക്ഷേ ഈ ഭാഗം ക്ലിയർ ആയില്ലെങ്കിൽ വരാനിരിക്കുന്ന ചാപ്റ്ററുകളിൽ +1ലും +2ലും ആകെ ബുദ്ധിമുട്ടും. അപ്പം വീഡിയോകളൊക്കെ നിങ്ങളെ കയ്യിലുണ്ടല്ലോ ഇപ്പം. മറ്റേത് ക്ലാസ്സിൽ ഒരു തവണ കേട്ടാൽ ഒറ്റ തവണ കേൾക്കാനല്ലേ പറ്റൂ, പിന്നെ വായുവിലേക്ക് പോയില്ലേ ശബ്ദം. ഇതങ്ങനെ ഇല്ല, നിങ്ങൾ അതിൽ റെക്കോർഡായി സാധനം ഉണ്ട്, ആവർത്തിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ.